ഓണാക്കിയിട്ടുണ്ട്. പമ്പ് ഓണാകുന്ന സമയത്ത് തന്നെ പമ്പ് മൊത്തത്തിൽ കിടന്നൊരു വിറയിലാണ്. നിങ്ങളതിന് ശേഷം സ്ക്രൂ ഇളക്കിയ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു വെള്ള കളറിൽ ഒരു ഓയിൽ ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതെന്തിട്ടാണുള്ളത് ഞാൻ കട്ട് ചെയ്തെടുക്കണം. ശകലം പോലും വെള്ളിലോട്ട് തള്ളി വരല്. നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഇവിടെ എങ്ങനെ ഇവിടെ കാണാം നല്ല പ്രഷറുണ്ട്. നല്ല പ്രഷറിലാണ് ഇപ്പോൾ വെള്ളം അടിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഇവിടെ കാണിച്ചു തരാം. അതാ ഹലോ എല്ലാ ചെങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ വാഷ് അഥവാ പ്രഷർ പമ്പ് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് റിപ്പയർ ചെയ്ത് ശരിയാക്കാനുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാർ വാഷ് ഒരുപാട് നാൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ വെള്ളത്തിൻ്റെ പ്രഷർ അടിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ മേടിച്ച സമയത്തുള്ള പ്രഷർ കിട്ടത്തില്ല, പ്രഷർ കുറഞ്ഞു. അങ്ങനെ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് തിരിച്ച് പഴയ രീതി നമ്മൾ മേടിച്ച സമയത്തുള്ള പ്രഷർ എങ്ങനെ ആക്കിയെടുക്കുക, അതിൻ്റെ പ്രഷർ എങ്ങനെ കൂട്ടാമെന്നുള്ള വീഡിയോ ചെയ്യുന്നത്. അതിന് നമ്മൾ വെളിയിൽ നിന്നൊരു സാധനം മേടിക്കുന്ന ചെറിയൊരു എക്സ്ട്രാ ഫിലിം മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ പ്രഷറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അഴിച്ച് അത് പ്രഷർ പമ്പ് അല്ലെങ്കിൽ കാർ വാഷ് റിപ്പയർ ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൻ ആളാക്കാൻ മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം നിങ്ങൾ മറന്നു. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. അതിനൊക്കെ നിങ്ങൾ വലിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളിൽ അറിയിക്കുക. അപ്പോൾ നീട്ടിലെ ഒരു പ്രഷർ പമ്പ് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ അത് പ്രഷർ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രഷർ ആക്കാനുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നേരെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ പമ്പ്. ഈ പമ്പിൽ നമ്മളെ കസ്റ്റമർ പറഞ്ഞേക്കാൻ ഇത് അടിക്കുമ്പോൾ പ്രഷർ വരണില്ലെന്ന് പറഞ്ഞേക്കണം. ഞാൻ ഇപ്പോൾ പമ്പ് ഓണാക്കിയിട്ടുണ്ട്. പമ്പ് ഓണാകുന്ന സമയത്ത് തന്നെ പമ്പ് മൊത്തത്തിൽ കിടന്നൊരു വിറയിലാണ്. ഇവിടെ കാണാം സൂചിയൊക്കെ കിടന്ന് ഇങ്ങനെ അടിച്ചിട്ട് മൊത്തത്തിൽ കിടന്ന് വിറയ്ക്കുകയാണ് പമ്പ്. അതിനുശേഷം നമ്മൾ ഗൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് ശകലം പോലും വെള്ളം വരണില്ല. പക്ഷേ പമ്പ് ഭയങ്കര വിറയിലാണ്, വെള്ളമൊന്നും വരണില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാനുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഇളക്കിയതിന് ശേഷം വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമ്മൾ ശരിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇളക്കാം. അപ്പോൾ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പം അതിന് ഇളക്കാൻ വേണ്ടി നമ്മൾ പമ്പിൻ്റെ ഭാഗത്ത് പിസ്റ്റനൊക്കെ ഇളക്കി നോക്കാൻ വേണ്ടി നമ്മൾ 4 എല്ലെങ്കിയുടെ സ്ക്രൂ ഉണ്ട്. ഈ 4 എല്ലെങ്കിയുടെ സ്ക്രൂ നമ്മൾ എല്ലെങ്കി ഉപയോഗിച്ച് ഇളക്കണം. ഞാൻ ഇപ്പോൾ ഈ എല്ലെങ്കി ഉപയോഗിച്ച് ഇപ്പോൾ അത് ഇളക്കിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കറക്റ്റ് എല്ലെങ്കി വെച്ച് തന്നെ ഇളക്കണം. അല്ലെന്നുണ്ടെങ്കിൽ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇളക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് എല്ലെങ്കി വെച്ച് ഇത് കണക്ക് ഓരോ സ്ക്രൂ ഇളക്കി എടുക്കണം. ഇത് നമ്മളിപ്പം ഓരോ സ്ക്രൂ ലൂസ് ചെയ്ത് ഇളക്കി എടുക്കുന്നുണ്ട്. ഇതപ്പം 2ാം സ്ക്രൂ ഇളക്കി. ഇപ്പോൾ അതിനുശേഷം സ്ക്രൂ ഇളക്കിയ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു വെള്ള കളറിൽ ഒരു ഓയിൽ ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതെന്തിട്ടാണുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ആ വെള്ള കളറ് വന്നത് അതിനുശേഷം നമ്മളതിൻ്റെ പിസ്റ്റൻ്റെ മേലത്തെ ഭാഗം ഇളക്കിയിട്ടുണ്ട്. ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ വാഷാണ് ഇവിടെ ഈ ഊരിയിരിക്കുന്നത്. അപ്പോൾ ഈ വാഷ് നമുക്ക് പൊട്ടാതെ തന്നെ എടുക്കാമെന്ന് വെച്ചാൽ ഇത് മേടിക്കാൻ കിട്ടുന്നതൊക്കെ എല്ലായിടത്തും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ എല്ലാവരും സാധനവും പൊട്ടാതെ തന്നെ നമ്മൾ എടുക്കണം. എന്നാലേ നമുക്കത് കറക്റ്റ് റിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ വാഷ് നമുക്ക് എല്ലാം ഊരിയെടുക്കാം. അത് കണക്കിൻ്റെ പിസ്റ്റൻ്റെ സൈഡെല്ലാം നമുക്ക് അടുത്ത പാർട്സ് അതിൻ്റെ ഊരിയെടുക്കാം. അതിനിപ്പോൾ അതിന് മുമ്പ് വാഷ് ഊരിയെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. വാഷ് ഊരിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്രൂ ആണ് എൻ്റെ മേലോട്ട്. ആ ഗ്രൂ തിരിച്ച് മറ്റേ ആദ്യത്തെ ഇളക്കിയ കവറിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിക്ക് തന്നെ ചെയ്യണം. നിങ്ങൾ വീഡിയോ എടുത്തിന് ഇളക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ തിരിച്ച് വിറ്റുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കി നിങ്ങൾ തിരിച്ച് വിറ്റാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇവിടെ കാണാം മൊത്തത്തിൽ ഒരു വെള്ള ദ്രാവക കണക്ക് ഓയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതെന്തെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പറഞ്ഞാൽ എന്തിട്ടാണ് പറഞ്ഞതെന്നുള്ളത്. അതിൻ്റെ ഫിഷലിൻ്റെ സൈഡ് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി വല്ല സ്പ്രിങ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടാകുന്ന നോക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇതിന് സ്പ്രിങ് കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല. നിങ്ങളിവിടെ കാണാം 3 സ്പ്രിങ്ങും അതിൻ്റെ വാഷും എല്ലാം കറക്റ്റ് സീറ്റിംഗ് ആണ്. അത് വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം നിങ്ങളിവിടെ കാണാം അകത്ത് മൊത്തം വെള്ള കണക്ക് കിടക്കണം. ഓയിലൊക്കെ വെള്ള കളറിലായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വാഷ് ഇളക്കി എടുത്തിട്ട് നമ്മളിവിടെ വെച്ച് കൊണ്ട് നോക്കുന്ന സമയത്ത് വാഷ് ലൂസാണ്. ഈ പിസ്റ്റനിൽ ഇടുന്ന സമയത്ത് ഈ വാഷ് പിസ്റ്റനായിട്ട് നല്ല ലൂസുണ്ട്, ഷേക്കിംഗ് ഉണ്ട്. അപ്പം ഈ ഷേക്കിംഗ് ഉള്ള സമയത്ത് ഈ വെള്ളം വരുന്ന സമയത്ത് ഈ വെള്ളം ഈ വാഷ് വഴി നേരെ ആ ഓയിലിലോട്ട് മിക്സ് ആയിട്ട് ഓയിലും വെള്ളവും കൂടെ മിക്സ് ആയിട്ടാണ് ആ വെള്ള കളർ വന്നത്. അതിന് ഈ വാഷ് ലൂസായത് കൊണ്ടാണ് നമുക്ക് വെള്ളം പ്രഷറിൽ കിട്ടാത്തതും. അതവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണ്, അതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാനുള്ളത് നിസ്സാരം ഒരു എക്സ്ട്രാ ഫിലിം എടുക്കുക. ഈ എക്സ്ട്രാ ഫിലിം എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ആ ഓറിങ്ങിൽ ആ ഇളക്കിയ വാഷിൻ്റെ ഓറിങ്ങിൻ്റെ സൈസിൽ ആ സ്ലീവിൽ ഇറക്കണ രീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് അളവിനാണ് അത് കട്ട് ചെയ്തെടുക്കണം. ശകലം പോലും വെള്ളിലോട്ട് തള്ളി വരല്. നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഇവിടെ എങ്ങനെ ചെയ്യണം അതേ കണക്ക് നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഇത് കണക്ക് എടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് അത് കട്ട് ചെയ്തെടുക്കണം. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഇവിടെ കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അതേ റൗണ്ട് വെച്ചിട്ട് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തതിന് ആ സ്ലീവിൽ ഇറക്കണം. എന്ന് വെച്ചാൽ ശകലം പോലെ ഞാൻ പറഞ്ഞ വെളിയിലോട്ടൊന്നും തള്ളി നിൽക്കരുത്. തള്ളി നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കറക്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അളവെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നീളവും കൂടെ കട്ട് ചെയ്ത് മാറ്റണം. ഇനിയിപ്പോൾ നീളം കത്രി എടുത്ത് ഇപ്പോൾ നീളവും കട്ട് ചെയ്ത് മാറ്റി നമ്മൾ കറക്റ്റ് അളവിന് ഇവിടെ കാണാൻ പറ്റും. കറക്റ്റ് ആ സ്ലീവിൻ്റെ മേലോട്ട് ശകലം പോലും തള്ളി നിൽക്കില്ല. സ്ലീവിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം. മേലോട്ട് തള്ളി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓയിൽ ലീക്കാവാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് സീറ്റിംഗ് ആയില്ലെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ വാഷും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഓയിൽ ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അത് കണക്ക് തന്നെ വെള്ളം അതുവഴി ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് തന്നെ വെക്കണം. അതിനുശേഷം നമ്മൾ ഓറിങ് അതിൻ്റെ അകത്ത്
ഇതേ കണക്ക് ടൈറ്റ് ചെയ്ത് ഇറക്കണം. ഒരു ശകലം പോലും ലൂസ് ഇല്ലാതെ ഉറങ്ങി പൊട്ടാതെ നമ്മൾ ഈ റബ്ബർ വാഷ് ഇങ്ങനെ മേലോട്ട് വരുന്ന രീതിക്ക് തന്നെ നമ്മൾ കറക്റ്റ് അത് ടൈറ്റ് ചെയ്ത് ഇറക്കണം. ഓരോന്നും ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഓരോ വാഷും ഇതേ കണക്ക് വാഷിൻ്റെ സൈഡ് ആ ഗ്രൂ താഴോട്ട് പോകുന്ന രീതിക്ക് നല്ല രീതിക്ക് മറ്റേ നമ്മൾ ഇറക്കുന്ന സ്ഥലത്ത് ആ ഗ്രൂ താഴോട്ട് തന്നെ പോകണം. ആ രീതിക്ക് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഇറക്കണം. പക്ഷേ ടൈറ്റ് ചെയ്ത് ഇറക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ഈ വാഷ് അതല്ലെങ്കിൽ ഈ ഓറിങ് അത് പൊട്ടിപ്പോരുത്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചിലപ്പോൾ മേടിക്കാൻ കിട്ടത്തില്ല, പിന്നെ എടുത്ത് കളയാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിലൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ദിവസം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇതേ കണക്ക് ഞാൻ ഇപ്പോൾ ചെയ്യണ കണക്ക് നമ്മൾ ഒന്നിട്ടിട്ടുണ്ട്. ചില ഓയിലും കൂടെ തേച്ചതിന് ശേഷം നമ്മൾ ഇതേ കണക്ക് ടൈറ്റ് ചെയ്ത് 3 വാഷ് ഇറക്കുക. ഇറക്കി കഴിയുമ്പോൾ തന്നെ നമ്മളെ പകുതി ഇതിൻ്റെ മിക്കുള്ള വെള്ളത്തിൻ്റെ പ്രഷറിൻ്റെ ഇതും സോൾവ് ആവും. ഈ വാഷ് ലൂസായി പോകണോണ്ടാണ് നമുക്ക് കറക്റ്റ് പ്രഷർ കിട്ടാത്തത്. അതിനൊക്കെ ഈ ഓയിലോട്ടും ഇതിൻ്റെ അകത്തൂടെ വെള്ളം ഉള്ളിലോട്ട് പോയിട്ട് ഓയിലോട്ട് മിക്സ് ആവും. അതൊക്കെയാണ് ഈ ഓയിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ള കളറാവാൻ കേസ്. അതേ കണക്ക് അതിൻ്റെ ഓയിലിൻ്റെ അളവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ മേളത്തെ ബീഡിങ്ങിൻ്റെ കുറച്ച് താഴെ നിൽക്കണം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വേറെ ഒരു ഗ്രൂ കണക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ആ ഗ്രൂവിൻ്റെ കുറച്ച് താഴെയായിട്ട് തന്നെ നിൽക്കണം. ആ മോട്ടർ കറങ്ങണതിൻ്റെ കുറച്ച് മേലെ അതായത് ഗ്രൂവിൻ്റെ കുറച്ച് താഴ്ന്ന രീതിക്ക് നിങ്ങൾ ഓയിൽ വീത്തിയാൽ മതി. അതിനുശേഷം നമ്മളിതാ ഇതിൻ്റെ പിസ്റ്റൻ്റെ ഭാഗം നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുക, നമ്മളെ വണ്ടിയിലേക്ക് പിസ്റ്റൺ സെറ്റ് ചെയ്യണമൊക്കെ തന്നെ ശലമ്പലും പൊടിയോ കാര്യങ്ങളൊന്നും ആ ഓയിലോ നിങ്ങൾ ചെയ്യണ ഒരു പാർട്സിലോ വീരാൻ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ തുടച്ച് ടിഷ്യൂ ഒക്കെ എടുത്ത് തുടച്ച് അല്ലെങ്കിൽ തുണിയൊക്കെ എടുത്ത് നല്ല തുടച്ചിട്ട് തന്നെ ഇതേ കണക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക. പൊടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ചെറിയ ഹോൾ വഴിയാണ് നമുക്ക് ഇതിൻ്റെ വെള്ളം പോകുന്നത്, ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഓറിങ് ഇപ്പോൾ ഇട്ടേക്കണ കാണാൻ നല്ല ടൈറ്റ് ചെയ്താണ് ഇപ്പോൾ ഓറിങ് ഇട്ടേക്കണം. അത് എടുത്ത് വെച്ച് പഴയ കണക്ക് നമ്മൾ എങ്ങനെ ഇളക്കി അതേ കണക്ക് ഇട്ട് വെച്ചിട്ട് നമ്മൾ തിരിച്ച് എല്ലാം ഇട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ കറക്റ്റ് എടുത്ത് വയ്ക്കുന്നത് തെന്നിയൊന്നും പോവില്ല വാഷ്. നിങ്ങൾ കറക്റ്റ് തന്നെ ഇടാൻ നോക്കുക, കറക്റ്റ് പ്രസ് ചെയ്ത് തന്നെ ഇടാൻ നോക്കുക. ഞാൻ ഇപ്പോൾ കറക്റ്റ് പ്രസ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ 4 അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇളക്കിയെടുത്താൽ അതേ കണക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ 4 അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീൻ ഓയിൽ നമ്മൾ പുതിയത് മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മെഷീൻ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇളക്കിയ പാർട്സ് മേലത്തെ കവറെല്ലാം അതേ കണക്ക് എങ്ങനെ ഇളക്കിയെടുത്താൽ അതേ കണക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മളത് കറക്റ്റ് കാണാം. നിങ്ങൾക്ക് അതിൻ്റെ മേലൊരു സ്വിച്ച് കാണാൻ പറ്റും. അതാണ് എൻ്റെ പ്രഷർ സ്വിച്ച്. പ്രഷർ കയറുമ്പോൾ ഓഫ് ചെയ്യണ സ്വിച്ച്. അപ്പോൾ അതിലൊക്കെ വയറൊക്കെ നമ്മൾ എങ്ങനെ ഇളക്കിയെടുത്ത് അതിനൊക്കെ തിരിച്ച് വയർ 2 വയർ കണക്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഇളക്കിയെടുത്ത് സ്ക്രൂകളും ഒക്കെ നമ്മൾ സ്റ്റാർ ഉപയോഗിച്ച് ഇളക്കിയത് അത് ആ സ്റ്റാർ ഉപയോഗിച്ച് തന്നെ നല്ല രീതിക്ക് തിരിച്ച് ടൈറ്റ് ചെയ്യണം. എല്ലാം നല്ല ടൈറ്റ് എന്ന് വെച്ചാൽ നല്ല വൈബ്രേഷനുള്ള വെള്ളം അടിക്കും. നിങ്ങൾ നല്ല പ്രഷർ അടിക്കുന്നത് ലൂസാണെങ്കിൽ മൊത്തത്തിൽ കിടന്ന് അടിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് ഇളക്കിയിടുന്നത് അതേ കണക്ക് തന്നെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ അതിൻ്റെ പ്രഷർ പമ്പിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. അത് നിങ്ങൾ എങ്ങനെ ഇളക്കിയെടുത്താൽ അതേ കണക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ പമ്പ് കണക്ക് ആയിരിക്കും, ചിലപ്പോൾ വേറൊരു പമ്പ്. ഇതിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ പ്രഷർ സ്വിച്ചും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറിയൊക്കെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇളക്കിയെടുക്കുമ്പോൾ ഒരു വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ഇളക്കുക. തിരിച്ച് കൊടുക്കുമ്പോൾ എല്ലാം അതേ കണക്ക് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ ഇളക്കിയ സെറ്റിങ്സ് എല്ലാം എല്ലാ പമ്പിലും സെയിം ആണ്. അതിനുശേഷം നമ്മളിപ്പോൾ മേലത്തെ കവർ ഇട്ടിട്ടുണ്ട്. കവർ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു 4 സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട്. 4 സ്റ്റാറിൻ്റെ സ്ക്രൂ ഇട്ടിട്ട് ഇപ്പോൾ അതും നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഓരോ സ്റ്റാറിൻ്റെ എൻ്റെ ഇപ്പോൾ ഡ്രില്ലുള്ളതുകൊണ്ട് ഞാൻ ഡ്രില്ലിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റാറിൻ്റെ സ്റ്റാർ ടൈറ്റ് ചെയ്യാം. നമ്മളെ മെഷീൻ ഇവിടെ റെഡി ആക്കിയത് അവിടെ ഇരിപ്പുണ്ട്. നമുക്കിതിൽ വെള്ളവും പവറും കൊടുത്തൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ സെറ്റപ്പ് ആക്കി ഇവിടെ മെഷീൻ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ ക്ലീനാക്കി സർവീസ് ചെയ്ത് മൊത്തത്തിൽ കുട്ടപ്പനാക്കിയാണ് ഇപ്പോൾ സാധനം ഇവിടെ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളം ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്രഷർ അടിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല പ്രഷറുണ്ട്. നല്ല പ്രഷറിലാണ് ഇപ്പോൾ വെള്ളം അടിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇപ്പം ഇവിടെ കാണിച്ചു തരാം. അതാ നല്ല പ്രഷറുണ്ട്. ഈ നമ്മളെ ഇൻ്റർലോക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ആകൊണ്ട് ദൂരത്തോളം ഈ വെള്ളം പോകണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ആദ്യത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒട്ടും പ്രഷർ ഇല്ലായിരുന്നു, ശലം പോലും വെള്ളം വരണില്ലായിരുന്നു. ഇപ്പോൾ ആ മെഷീൻ്റെ പ്രഷർ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താ വണ്ടിയുടെ ടയറൊക്കെ കഴിയുമ്പോൾ നല്ല ഇവിടെ കാണാം. ഇൻ്റർലോക്ക് നോക്കിയാൽ അടിപൊളിയായിട്ട് ക്ലീൻ ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിയിടാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഒരു പ്രഷർ പമ്പൊക്കെ അല്ലെങ്കിൽ കാർ വാഷൊക്കെ ശരിയാക്കണ വീഡിയോ. ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത്